ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ബോർഡിലും ചെയ്തെടുത്തു. അതേപോലെ നമ്മളൊരു മോട്ടിഫും ചെയ്തു അല്ലേ. ഈ സ്റ്റിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും രണ്ട് കളർ യൂസ് ചെയ്തിട്ടാണ്, ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലൊരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കളർ ത്രെഡാട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. രണ്ട് കളറും 3 ലെയേഴ്സ് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ട് കളർ ത്രെഡും കൂടി ഒരുമിച്ചിട്ട് ഒരു സൂചിയിൽ കോർത്തെടുക്കുക. നമ്മൾ നോർമൽ ചെയ്യുന്നത് ഒരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് കളർ ഒരേപോലെ എടുത്തിട്ട് ഒരു സൂചിയിൽ കോർത്ത് ഒരു ഭാഗം കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. ആദ്യത്തെ ഒരു ചെയിൻ നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കളറാണ് ഫസ്റ്റ് നമ്മൾ സൂചിയുടെ മുകളിലൂടെ ചുറ്റി കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കളറ് ത്രെഡ് സൂചിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ മെല്ലെ വലിച്ച് അത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം രണ്ട് കളറ് ത്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വലിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വലിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ റെഡാണ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ അടുത്ത കളർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒന്നിടവിട്ടിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത കളർ, അതായത് യെല്ലോ കളർ ത്രെഡാണ് അടുത്തതായിട്ട് നമ്മൾ സൂചിയുടെ മുകളിലൂടെ ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. മെല്ലെ സാവധാനത്തിൽ വലിച്ചെടുക്കാൻ നോക്കാം. സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്കിത് കെട്ട് വീണിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് സാവധാനം നമ്മൾ വലിച്ച് മെല്ലെ മെല്ലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിക്കാണ് വരാം. അപ്പോൾ റെഡ് യെല്ലോ ആ ഒരു രീതിയിലാട്ടോ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മുഴുവനായിട്ടും കിട്ടുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നിട വിട്ട് ഇതുപോലെ ഇങ്ങനെ യെല്ലോ റെഡ് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സ്റ്റിച്ച് ബോർഡിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ സൂചി കുത്തി താഴേക്ക് എടുത്ത് കെട്ടിട്ട് കൊടുക്കാം.
ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് ടൈറ്റാക്കി വലിക്കരുത്. പക്ഷെ വലിച്ചെടുക്കുന്ന സമയത്തും അതുപോലെ ശ്രദ്ധിച്ച് വലിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ തവണ നമ്മൾ വലിക്കുമ്പോഴും കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മോട്ടിഫ് ചെയ്യാനാണ് ഈ ഒരു ചിത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മോട്ടിഫാണ് ഞാൻ ക്ലോത്തിൽ വരച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു മോട്ടിഫാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നമുക്കിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു. ഇതുപോലെ 2 കളർ ത്രെഡ് സൂചിയിൽ കോർത്ത് ഒരു ഭാഗത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ മോട്ടിഫിലേക്കൊക്കെ ചെയ്യുമ്പം സാവധാനത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. തിരക്ക് പിടിച്ച് നമ്മൾ നോർമലായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അത്രയും സ്പീഡിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ 2 കളർ ത്രെഡ് ഒരേ സൂചിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോട്ടിഫൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്ത് ചെയ്യുമ്പം കുറച്ച് സാവധാനത്തിൽ നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഹാർട്ട് ഷേപ്പും കൂടി നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ഞാൻ വേറെ 2 കളേഴ്സാണ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്.
3 ലെയർ മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ, ഓരോ കളറും 3 ലെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്കിതും കംപ്ലീറ്റ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാജിക് സ്റ്റിച്ചിൻ്റെ മോട്ടിഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം കേട്ടോ. അതാ ഇങ്ങനെയാണ് ഈ ബാക്ക് സൈഡ് വരുന്നത്. കെട്ടൊന്നും വീഴാതെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നും ഞാൻ പറയുന്നത് പോലെ തന്നെ ഫ്രെയിമിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് നന്നായി അയൺ ചെയ്ത് 4 സൈഡിൽ നിങ്ങൾ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കാം. നല്ല നീറ്റായി അയൺ ചെയ്താൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. ഫ്രെയിമിൽ വെച്ച ചുളിവുകളും കാര്യങ്ങളൊക്കെ പോവും. ബാക്ക് സൈഡ് വെച്ച് അയൺ ചെയ്യണേ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കണം. ഇതേപോലുള്ള ചെറിയ ചെറിയ ഡിസൈൻ ചെയ്യാതെ കുറച്ചുകൂടി വലിയ വലിയ ചിത്രങ്ങൾ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കുറച്ച് ടൈം എടുത്ത് വേണം നിങ്ങൾ ചെയ്യാൻ. തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചല്ല ഇത്. അതുകൊണ്ട് നന്നായിട്ട് സമയമെടുത്ത് സാവധാനത്തിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലോത്ത് 4 സൈഡിലും ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മോട്ടിഫ് റെക്കോർഡിലേക്ക് വെക്കുന്നതിന് മുൻപ് ഇതേപോലെ നല്ല നീറ്റാക്കിയിട്ട് വയ്ക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ഞാൻ എൻ്റെ റെക്കോർഡ് ബുക്കിൽ ചെയ്ത മോട്ടിഫ് ഇതായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ വേറൊരു സ്റ്റിച്ച് മോട്ടിഫായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.